ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ് എടുക്കുന്നത് കൂടി പോലീസ് ചെയ്തു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എഫ്ഐആർ ഉള്ളത്? ആർക്കും എതിരെയൊക്കെയാണ് കേസ്? ധന്യ ഷാഫി പറമ്പിൽ എം പി, ഒപ്പം തന്നെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, മറ്റ് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റ് 7 നേതാക്കൾ, ഇങ്ങനെ മൊത്തം 600-ലധികം പേർക്കെതിരെയാണ്, മൊത്തം 600-ലധികം UDF പ്രവർത്തകർക്കെതിരെയാണ് പേരാമ്പ്ര പോലീസ് ഇന്ന് പുലർച്ചെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR പറയുന്നത് ഇവർ അന്യായമായി സംഘം ചേർന്നു, ഒപ്പം തന്നെ മാരകായുധങ്ങളുമായി പോലീസിനെ ആക്രമിച്ചു എന്ന് വെച്ചാൽ കല്ലെറിഞ്ഞ് പോലീസിനെ പരിക്കേൽപ്പിച്ചു, ഇതിൽ പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുമാണ് ഈ FIR-ൽ പറയുന്നത്. ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ അക്രമ സംഭവങ്ങളിൽ പങ്കുചേർന്നു എന്നാണ് ഈ പോലീസിന്റെ FIR പ്രകാരം പറയുന്നത്. അതേസമയം തന്നെയാണ് ഷാഫി പറമ്പിലിനെ പോലീസുകാർ ലാത്തികൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്നാലും നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം, അതായത് ഇന്നലെ തന്നെ ഷാഫി പറമ്പിലൊപ്പം തന്നെ DCC അധ്യക്ഷൻ കെ പ്രവീൺ കുമാർ, MK രാഘവൻ MP അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണം ബോധപൂർവം ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ച് പോലീസ് ആക്രമിച്ചു എന്നായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഈ ടിയർ ഗ്യാസ് പ്രയോഗത്തിനിടെയോ ഉന്തുതള്ളിനും ഇടയ്ക്കോ പരിക്ക് പറ്റിയതാകാമെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം. പക്ഷേ അതല്ല, പോലീസ് ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിനെ അടിച്ചിട്ടുണ്ട് എന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. അതേസമയം തന്നെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പേരാമ്പ്ര പോലീസ് ഒരു കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസിനെ ആക്രമിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതികരണം ഇതിനോടുണ്ടാകും. ഒപ്പം തന്നെയാണ് പോലീസ് ഈ കേസിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്ന് പ്രധാനമാണ്. ഇതോടൊപ്പം ഇന്നലെ CPM-ന്റെ പ്രകടനം ഉണ്ടായിരുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ വിഷയത്തിൽ പ്രതികരിക്കുന്നു. തത്സമയം ഇപ്പൊ തന്നെ നിങ്ങളെത്തുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പ് തന്ത്രമാണ് ഇന്നലെ ഷാഫിക്കെതിരായിട്ടുള്ള ആക്രമണം. ശബരിമലയിലെ സ്വത്ത്, നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത്, ആ സ്വത്ത് കവർന്നെടുത്തതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കവർച്ച കേരള സമൂഹത്തിൽ മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്ക് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാണ്? ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. അവിടെ ഇന്ന് ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട്. പേരാമ്പ്രയിൽ തന്നെ പ്രതിഷേധ സമ്മേളനമുണ്ട്, അവിടെ പങ്കെടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയി ഷാഫിയെ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഈ പോലീസ് പറഞ്ഞത് ഷാഫിയെ ആക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് റൂറൽ SP ആദ്യം പറഞ്ഞത്. പിന്നീട് ദൃശ്യങ്ങൾ വന്നപ്പോൾ പോലീസുകാർ ലാത്തി കൊണ്ട് അടിക്കുന്നതുകൊണ്ട് പോലീസ് അങ്ങനെ ഒരു അല്ല, ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജാണ്. ഒരു MP-ക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു MP-ക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക, എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത്തരം ചെയ്തു ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെല്ലാം മനസ്സിലാക്കും. DYFI നേതാക്കളൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, LDF പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള അതെ അതാണല്ലോ അവരുടെ ഭാഷ്യം. നട്ടുച്ചയ്ക്ക് ഇത് ഇരുട്ടാന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കാര്യത്തിലും അങ്ങനെയല്ല, അവരൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വേറെ ആൾക്കാർ ഉത്തരവാദിത്തം. ഇനിയിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇതായിരിക്കും. ഇതൊക്കെ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്.